ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രേണു സുധി വീണ്ടും ഒരു ഇന്റർവ്യൂമായി വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്റർവ്യൂവിൽ രേണു സുധിക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ചാനലിൻ്റെ പേര്. അതൊരു ഹോട്ട് സീറ്റാണ്. മീൻസ് അവിടെ വന്നിരിക്കുന്നവരെ പ്രൊവോക്ക് ചെയ്ത് നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു അവതാരികയുടെ ലക്ഷ്യം. അതിൽ നമ്മുടെ രേണു സുധിയോട് ഞാൻ പറഞ്ഞില്ലേ, രേണു സുധിയുടെ ഒരു ഫ്രണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, രേണു സുധി നല്ല ക്യാരക്ടറാണ്, ഈ കാണിക്കുന്ന രീതിയിലൊന്നും അല്ല, നിങ്ങൾ തെറ്റായ രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ രേണു സുധി ഒരിക്കലും തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം രേണുവിൻ്റെ കുറച്ച് കാര്യങ്ങളോട് നിലപാടുകളോട് മാത്രമേ നമുക്ക് വിമർശനമുള്ളൂ. അല്ലാതെ ആ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് രേണു സുധി അഭിനയിക്കുന്നതുകൊണ്ടോ വീഡിയോ ചെയ്യുന്നതുകൊണ്ടോ ഷോർട്സ് ചെയ്യുന്നുണ്ടോ ആൽബത്തിൽ ചെയ്യുന്നുണ്ടോ നമ്മളൊന്നും തെറ്റായി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അഭിനയം എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് ചിലർക്ക് ജന്മസിദ്ധമായി ലഭിക്കും, ചിലർക്ക് അത് ആർജിച്ചെടുക്കുന്ന കാര്യമാണ്. അപ്പം ചെയ്ത് അവർ ബെറ്ററായി വരുന്നുണ്ട്, അവരിനിയും ബെറ്ററായി വരും. ഓക്കെ, അപ്പം ഈ ഒരു അവതാരിക രേണു സുധിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ക്ലിയർ കട്ടായിട്ട് രേണു കുറച്ച് മറുപടികൾ പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. രേണു സുധിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും താങ്ക് യു. സ്വന്തം മക്കളെ കുറിച്ച് ഓർത്തെങ്കിലും അല്പം ഒതുങ്ങണം എന്നൊരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ്? എന്നെ ഒതുങ്ങാനാ? എനിക്കറിയത്തില്ല. സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലേ അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ. ഞാനെന്തിനാ? എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ അതൊരു ഒതുങ്ങൽ രീതിയല്ല. മാലപ്പടക്കത്തിന് തിരികൊടുത്ത പോലെ ആണല്ലോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആണ്. അത് എത്ര പേരെ വേദനിപ്പിക്കുന്നു എന്ന് എനിക്ക് മക്കളെ വേദനിപ്പിക്കുന്നു, എന്റെ മക്കളെ വേദനിപ്പിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത്? അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണോ? ഒരിക്കലും. ആ ബെസ്റ്റ് മൂത്ത മോൻ 20 വയസ്സുള്ള കുട്ടീനെയാണ് ഞാൻ പേടിപ്പിച്ച് നിർത്തുന്നത്. നടന്നതുവാ. അവന് ഞാൻ പോക്കറ്റ് മണി തരില്ല, നിന്നെ ഞാൻ നോക്കില്ല, കാര്യങ്ങളൊന്നുമില്ല, താങ്കളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വേണ്ടേ? അതെ, അങ്ങനെ ഒരു പേടിപ്പീരൊന്നും ഇല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. അമ്മ മോൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഞങ്ങൾ ഭയങ്കര ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സുധിച്ചേട്ടന് വീട് കൊടുത്തു, അല്ലെ രേണു സുധിക്ക് വീട് വെക്കാൻ വസ്തു തന്നു എന്ന് പറഞ്ഞെടുത്ത് കറക്റ്റായിട്ട് രേണു പോയിന്റ് പിടിക്കുന്നുണ്ട്. രേണുവിന് ആരും വസ്തു തന്നിട്ടില്ല, സുധിച്ചേട്ടന് ആരും വസ്തു തന്നിട്ടില്ല, സുധിച്ചേട്ടന് 2 മക്കൾക്കാണ് വസ്തു കൊടുത്തിട്ടുള്ളത്. കറക്റ്റാണ്. ഈ കറക്റ്റായിട്ട്, അതായത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനെ നമ്മൾ കല്ലിങ്ങനെ രാഗി മൂർച്ചയായി മാറുമല്ലോ, അതുപോലെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ രേണു. എനിക്കൊരു വിഷമം ഞാൻ പറയില്ല, രേണുവിനെ എല്ലാവരും ഉപയോഗിക്കുകയാണ്. മീൻസ് നെഗറ്റീവായിട്ടുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ വ്യൂസ് കൂട്ടുക എന്നുള്ള ഒരു ഇതിൽ രേണു പോയി ചെന്നങ്ങ് പെട്ടുപോയി. അതായത് ആരെന്ത് പറഞ്ഞാലും അതിനകത്തങ്ങ് തലയാട്ടി നിന്ന് ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമായിരുന്നു രേണു. പക്ഷേ അവിടെ നിന്ന് രേണു മാറി വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രേണുവിൻ്റെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരികയാണ്. കറക്റ്റായിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ രേണു നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ കണ്ടു, നല്ല ഇതായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രേണുവിന് വന്നിരിക്കുന്ന നെഗറ്റീവ് ഇമേജസുകൾ പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും. എനിക്കൊന്ന് ഈ ഒരു ഇതിൽ തന്നെ 2-3 കമൻറ്റുകൾ വന്നത് രേണുവിന് പോസിറ്റീവായിട്ടാണ് വന്നത്. അതായത് ആ അവതാരിക രേണുവിനെ എത്രമാത്രം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രമാത്രം നല്ല വൃത്തിയായിട്ട് രേണു അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞ കറക്റ്റാണ്. മരിച്ചുപോയ സുധിച്ചേട്ടന് വസ്തുവിൻ്റെ ആവശ്യമില്ല. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞു. അതുപോലെ രേണുവിൻ്റെ പേരിലും ആരും ഒന്നും കൊടുത്തിട്ടില്ല, രേണുവിൻ്റെ 2 മക്കളുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. അത് അവരോടുള്ള സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വീടില്ലാത്തതിൻ്റെ പേരിൽ കൊടുത്തതാണ്. അതായത് രേണുവിന് ഒരു അവകാശവും ഇല്ല എന്ന് പറയുന്നുണ്ട്. വളരെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ രേണുവിൻ്റെ അടുത്ത് അഭിനയിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പം സുധിച്ചേട്ടൻ ഉണ്ടെങ്കിൽ ഒരു അവസരം വന്നില്ല. അപ്പം സുധിച്ചേട്ടനുള്ള സമയത്തുള്ള രേണു അല്ല ഇത്. ഞാൻ പറഞ്ഞിരുന്നു, ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ വരുന്ന രേണുവിനെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സിമ്പതിയാണ് തോന്നിക്കൊണ്ട്. ഒരു നല്ല നിഷ്കളങ്കമായൊരു മുഖം. അവിടെ നിന്ന് ഇന്ന് കാണുന്ന രേണുവിലേക്ക് മാറിയത് സുധിച്ചേട്ടൻ്റെ വിയോഗമാണല്ലേ. ആ വിയോഗം അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ എന്തായാലും അതിനെ കുറച്ച് ഭാഗങ്ങളോടെ നമുക്ക് കണ്ടിട്ട് വരാം. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം ഒരുപാട് മാറ്റങ്ങൾ രേണുവിന് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയല്ല. ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു, അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലൊക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്ന് അഭിനയിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷൻ കൂടാണ്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? അതിനെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമ അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാൽ അത് കാമമാകും, എന്നാ കാണിച്ചാൽ അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്.
സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ സുധിച്ചേട്ടന്റെ ഭാര്യ? എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്താ എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. പറയുമായിരുന്നു, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനെ ഒരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തിയടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് മോശം പറഞ്ഞു, വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാണ്. ഞാനൊന്നും ആരും അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം വളരെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇങ്ങനെ നമ്മുടെ അവസ്ഥകൾ, നമ്മളെ ഓരോരോ സംഭവങ്ങളാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ലേ. നമ്മൾ ഒരാൾ പെട്ടെന്ന് വന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഉത്തരം പറയണം, എന്ത് രീതിയിലാണ്, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാവും, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാവും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇപ്പോൾ രേണു മാറിയിരിക്കുകയാണ്, ഒരുപാട് മാറിയിരിക്കുകയാണ്. അതായത് നമ്മൾ ആ സുധിച്ചേട്ടൻ്റെ പെർഫ്യൂമിൻ്റെ സമയത്തുണ്ടായ ആ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ കമൻസുകൾ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിൽ അവർ വളരെയധികം നല്ല രീതിയിലാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ, അതായത് ഇനി അവസരങ്ങൾ കിട്ടി അഭിനയിക്കും. തൻ്റെ മക്കള് ഇതുവരെ തന്നോട് അഭിനയിക്കേണ്ടെന്ന് താൻ ചെയ്ത് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പം അഭിനയം അവരുടെ പാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇഷ്ടമായിട്ടുള്ള മേഖലയായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവർക്ക് നിർത്താൻ സാധിക്കില്ല. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്, കിച്ചു ഒന്നും അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. ഇത് 20 വയസ്സുള്ളൊരു മകനെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ അവതാരിക എന്താണ് ഉദ്ദേശിക്കുന്നത്? 20 വയസ്സുള്ള ഒരു മകൻ, 32 വയസ്സുള്ള സ്ത്രീ, അമ്മ, അവര് എങ്ങനെ അവനെ പേടിപ്പിച്ച് നിർത്താനാണ്? അവർ പറയുന്നുണ്ട്, അവർ തമ്മിലൊരു അമ്മ മകൻ ബന്ധത്തിനെക്കാട്ടി എടാപ്പോടാ വെച്ചാൽ നല്ല സൗഹൃദമാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ പിന്തുണയും ആ മകൻ നൽകുകയാണ് ചെയ്യുന്നത്. അവർക്ക് 2 ആൺമക്കളാണുള്ളത്. അപ്പോൾ അവർ ആ 2 ആൺമക്കളെയും മുൻനിർത്തി മുന്നോട്ട് ജീവിക്കുന്നു. അതായത് അവരെ പറയുന്നുണ്ട് തൻ്റെ മക്കളോടുള്ള സ്നേഹം. ഈ ഫ്ലവേഴ്സുകാരാണ് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, പഠിക്കാനുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നത്, വസ്തുണ്ട്, വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടേതായ ചിലവുകളില്ലേ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പോക്കറ്റ് മണി തരില്ല, നിന്നെ ഞാൻ നോക്കില്ല എന്നുള്ള പേരിൽ പേടിപ്പിച്ച് നിർത്താൻ പറ്റുന്ന പ്രായമാണ് ഒരു 20 വയസ്സുള്ള ഒരു ആൺകുട്ടി എന്ന് പറയുന്നത്. പെൺകുട്ടിയാണെങ്കിൽ പിന്നെയും പറയാം, പറ്റില്ല. അപ്പം ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി രേണു കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. പക്ഷേ ഒരുപാട് നെഗറ്റീവ്സ് രേണുവിന് വന്നു കഴിഞ്ഞു. അതെല്ലാം പോസിറ്റീവാക്കി മുന്നോട്ട് പോയാൽ നല്ലതുപോലെ, ഇപ്പം അഭിനയം ഒരുപാട് ബെറ്ററായി വരുന്നുണ്ട്. അതിൽ രേണു എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ പുറത്ത് നടക്കുന്ന ഒരുവിധപ്പെട്ട ആളുകളുണ്ടല്ലേ, ഓൺലൈൻ മീഡിയാസ്. നമ്മുടെ രേണുവിന് ഒരു ഫ്രണ്ട് പറയുന്നത് പോലെ, രേണു ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് എന്താണ് എക്സ്പോസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ എടുത്ത് വീഡിയോ എടുത്ത് ഷോർട്സ് ആക്കി റീൽസ് ആക്കി പുറത്തു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന ഓൺലൈൻ മീഡിയാസാണ് അവരുടെ ശത്രുവായിട്ട് വരുന്നത്. അല്ലാതെ രേണു ഒരുപാട് വൾഗറായിട്ട് ചെയ്യുന്നു എന്നുള്ള അല്ലാത്ത, അവരെന്തെങ്കിലും ഒന്ന് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, ആ സംഭവങ്ങൾ അത് മാത്രം എക്സ്പോസ് ചെയ്തെടുത്ത് റീൽസ് ആയിട്ടിടും. അപ്പോൾ അതാണ് നാളത്തെ പ്രശ്നമായിട്ട് വരുന്നത്. എന്തായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. മരണത്തിന് മുൻപ് രേണു സുധിയെ ആൾക്കാർക്ക് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷേ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലൊക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിന് മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പോൾ ഇപ്പോൾ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ചല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോൾ ഈ ഇനിയും ചെയ്യും, വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പോൾ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോകണമെന്നൊരു ഇതിലാണല്ലോ പറയുന്നത്, തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും കുപ്രസിദ്ധി തയ്യാറാണ്. ശരിയാവാം. കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. ഇപ്പൊ ഒരു സംസാരം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രേണു സുധി വ്യൂസ് ആണ്. അതായത് രേണുവിന്റെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന് വ്യൂസ് ഉണ്ടാവും. രേണു എന്ത് ചെയ്യുന്നു, അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്നവര് ഉണ്ട്,
ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇഷ്ടപ്പെടാത്തവരും അവരുടെ ചാനൽ വാർത്ത കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് ഇത്രമാത്രം മാർക്കറ്റിംഗ് ഉണ്ടായി കൊടുക്കുന്നത് അല്ലേ. അവർക്ക് ഇത്രമാത്രം ഇൻ്റർവ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്, അവരുടെ ഇൻ്റർവ്യൂസിന് വ്യൂസ് ഉണ്ട്. ഓൺലൈൻ ചാനലുകാർ അവരുടെ തന്നെ മാത്രം ഇതെടുത്ത് റീൽസ് ഇടുന്നത് എന്തിനാണ്, അവർക്ക് വ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതായത് അഭിനയം ഒന്നും കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, ഇപ്പോൾ എനിക്ക് അഭിനയം ഇഷ്ടമാണ്, എന്നെ ആളുകൾ വിളിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നത് കറക്റ്റ് മറുപടി തന്നെയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. രേണുവിൻ്റെ ഇൻ്റർവ്യൂ സൂപ്പറായിരുന്നു. ഇതുപോലെ മുന്നോട്ട് പോവുക, എല്ലാ നെഗറ്റീവ്സിനെയും പോസിറ്റീവാക്കി ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രം പറയുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.